നീ എന്ന ഞാൻ എന്ന അക്ഷരങ്ങൾ തെരുവിലായുധമേന്തിയ നേരങ്ങളിൽ, നീ എന്ന ഞാൻ എന്ന അക്ഷരങ്ങൾ തെരുവിലായുധമേന്തിയ നേരങ്ങളിൽ, അരുതെന്നയൽപാക്ഷരത്തിന്റെ ചിറകുള്ളിൽ വിറപൂണ്ട ചിത്രം വരച്ചതാരാ? അരുതെന്നയൽപാക്ഷരത്തിന്റെ ചിറകുള്ളിൽ വിറപൂണ്ട ചിത്രം വരച്ചതാരാ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ST മീഡിയ കുടുംബാംഗങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. നൗഷാദ് വട്ടൂരിയുടെ ഏറ്റവും പുതിയ ഒരു പേച്ചവാദമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. നൗഷാദ് വട്ടൂരി ഒതുക്കുങ്ങളിൽ വെച്ച് ചിലത് തുറന്ന് പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പേച്ചവാദങ്ങളായിരിക്കും അവൻ തുറന്നു പറയുക എന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഒതുക്കുങ്ങൾ മാത്രമാണ് തുറക്കാനുള്ള ചാവി കിട്ടിയത്, അതുകൊണ്ട് തുറന്നു പറഞ്ഞത്. മറ്റിടത്തൊക്കെ തുറക്കാതെയാണ് പറഞ്ഞത്. ഒതുക്കുങ്ങളിൽ ഒന്നൊന്നര തുറക്കലായിപ്പോയി. എന്താണ് നൗഷാദ് പറഞ്ഞ പിഴച്ച പുതിയ വാദം? അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. റിഫായി ഷെയ്ഖിന് അബുൽ ഇൽമൈൻ എന്ന സ്ഥാനപ്പേരുണ്ടെന്ന് സുന്നി പണ്ഡിതന്മാര് കുരുവട്ടൂരികളെ പഠിപ്പിച്ചു. അതുവരെ അവർ ആ കിതാബ് കണ്ടില്ല, ഇപ്പോഴും കണ്ടിട്ടില്ല. അവരിങ്ങനെ തപ്പി നടക്കുക ആ കിതാബ്. പക്ഷേ അബുൽ ഇൽമൈൻ എന്ന ഒരു സ്ഥാനപ്പേര് റിഫായി ഷെയ്ഖിന് ഇല്ല എന്ന് പറഞ്ഞു പോയല്ലോ. അത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി അങ്ങനെ സ്ഥാനപ്പേരില്ല എന്ന് പറയാൻ പറ്റൂല. കാരണം കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഉസ്താദുമാര് പഠിപ്പിച്ചു കൊടുത്തത്. ആ കിതാബ് കൊണ്ട് വരും എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. ഇപ്പൊ പറയാണ് അങ്ങനെ സ്ഥാനപ്പേരെ കൊണ്ട് ഇല്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ നിങ്ങൾ ആ സ്ഥാനപ്പേര് കൊണ്ടുവന്നത് റിഫായി ഷെയ്ഖിനെ തരം താഴ്ത്താൻ വേണ്ടിയിട്ടാണ്. ആ മഹാനുഭാവന്റെ സ്ഥാനപ്പേരുകളിൽ ഔലിയാക്കൾ പ്രത്യേകം നടത്തിയ സ്ഥാനപ്പേരാണ് അബുൽ ആലമീൻ. അതിനെ കൊച്ചാക്കുകയാണ് നിങ്ങൾ. എന്നിട്ട് നിങ്ങൾക്ക് പിഴച്ച അബദ്ധത്തെ, അല്ലെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വം മഹാന്മാരെ കൊച്ചാക്കാൻ വേണ്ടി കിതാബുകളിൽ തെറ്റിദ്ധാരണകൾ നടത്തുക, എന്നിട്ട് ഫതവും കസറും മാറിയിട്ടുള്ളതെന്ന് ചോദ്യം ചെയ്യുക. നൂറുലുലമ എന്നുള്ളടത്ത് ഫതയെ മാറ്റി ഞങ്ങൾ വമ്മ് മാറ്റി ഫതയാക്കിക്കോളി നാറുലുലമ ഉസ്താദ്. അപ്പൊ കിതാബുകളിൽ ഇമാമിങ്ങള് അബുൽ ഇൽമൈൻ എന്ന സ്ഥാനപ്പേര് റിഫായി ഷെയ്ഖിന് ഉണ്ട് എന്ന് പറഞ്ഞത് ഇമാമിങ്ങൾ റിഫായി ഷെയ്ഖിനെ തരം താഴ്ത്താൻ കൊച്ചാക്കാൻ വേണ്ടി പറഞ്ഞതാണ് പോലും. റഹ്മത്തുള്ള ഖാസിമി മൂത്തേടവും പറയുന്നുണ്ട്. അതും കൂടി നിങ്ങൾ കേട്ടു നോക്കുക. അദ്ദേഹത്തിനില്ല, അതുകൊണ്ട് തന്നെ അബുൽ ഇൽമൈൻ എന്നാണ് അവരുടെ മറ്റൊരു ഓമന പേര്. അതായത് ഇൽമുല്ലാഹിയും ഇൽമുൽ ബാത്തിനിയും നിറച്ച നിറകുടമായിരുന്നു ആര്? അഹ്മദുൽ കബീർ. അതുകൊണ്ട് അദ്ദേഹത്തിന് അബുൽ ഇൽമൈൻ എന്ന പേരുണ്ട്. രണ്ട് ഇൽമും ചോദ്യത്തിന് മറുപടി പറയും. ഖുർആനാണെങ്കിൽ റഹ്മത്തുള്ള ഖാസിമിയും റിഫായി ഷെയ്ഖിനെ തരം താഴ്ത്തി. എന്നിനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. കോമാട്ടുചാലിൽ അബ്ദുള്ള ഒരു ഷെയ്ഖാണ്, വലിയാണ് എന്നാണ് അവന്റെ വാദം. ആ കോമാട്ടുചാലിൽ അബ്ദുള്ള എന്ന അവന്റെ ഷെയ്ഖിന് അല്ലാഹു തആല ഹൃദയത്തിൽ ഒരുപാട് അറിവുകൾ നൽകിയിട്ടുണ്ട്. അതൊന്നും പിഴക്കുകയില്ല. അത് പിഴക്കണമെങ്കിൽ അല്ലാഹു തആലക്ക് പിഴക്കണം. അല്ലാഹു തആല ബോധമില്ലാതെ പറഞ്ഞതായിരിക്കണം. എന്നാലേ കോമാട്ടുചാലിൽ അബ്ദുള്ളക്ക് പിഴക്കുകയുള്ളൂ, അല്ലെങ്കിൽ പിഴക്കുകയില്ല എന്ന വാദമാണ് അവൻ ഉന്നയിച്ചിട്ടുള്ളത്. അഥവാ അള്ളാഹുവിനെ കോമാട്ടുചാലിൽ അബ്ദുള്ളയെ പോലെയോ, അല്ലെങ്കിൽ കോമാട്ടുചാലിൽ അബ്ദുള്ളയെ ഒരാൾ ദൈവമാക്കി അള്ളാഹുവിനോട് തുല്യമായ ഒരു ദൈവമാണെന്ന് വരുത്തി തീർക്കാനുള്ള പുതിയ നയപരിപാടികളുടെ ഭാഗമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തനിച്ച കുഫ്രിയത്തിലേക്കാണ് ഇവർ പോകുന്നത് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. ഇത് കേട്ടപ്പോ എനിക്ക് മുഹീദ്ദീൻ മാലയിലുള്ള ഒന്ന് രണ്ട് വരികൾ ഓർമ്മ വരികയാണ്. പറക്കും വാലിയേ പാടിക്കൽ താളച്ചോവാർ പറന്നിട്ട് ചൊന്നാരേ തൗബ ചെയ്ച്ചോവാർ അറിവും നീലയും ആദേതും ഇല്ലാത്തോർക്ക് അറിവും നീലയും നീ കൊടുത്തോവാർ
ഉള്ളോരേ നിലയും അറിവും പാറിച്ചു കളഞ്ഞോവർ നിലയേറെ കാട്ടി നടന്നോരു ശൈഖീനെ നിലത്തിൻ്റെ താഴെ നടത്തിച്ചു വെച്ചോവർ. എന്താണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്? ഒരു വലിയ ഇങ്ങനെ പറക്കുക, ആ പറക്കുന്ന വലിയനെ തളച്ചു. ആരാണ് പറത്തിച്ചത്? പറക്കാനുള്ള അറിവ് ആരാണ് ഹൃദയത്തിൽ ഇട്ടുകൊടുത്തത്? അല്ലാഹു തആല. അതുകൊണ്ടാണ് ആ വലിയ പറന്നത്. ആ പറന്ന വലിയനെ കൊണ്ട് മുഹീദ്ദീൻ ശൈഖ് തൗബ ചെയ്തിച്ചു. അതുപോലെ നിലയേറിക്കാട്ടി നടന്ന ഒരു ഷെയ്ഖ്, വലിയനേക്കാൾ ഉയർന്ന പദവിയുള്ള ഒരു ഷെയ്ഖ്, നിലകാട്ടി നടക്കാനുള്ള അറിവ് ഹൃദയത്തിൽ ഇട്ടുകൊടുത്താരാ? അള്ളാഹു. അതുകൊണ്ട് നിലകാട്ടി നടന്നു ആ ഷെയ്ഖ്. അപ്പൊ മുഹീദ്ദീൻ ശൈഖ് എന്ത് ചെയ്തു? നിലത്തിന്റെ താഴെ നടത്തിച്ചു. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ആ വലിയനും ഷെയ്ഖിനും പിഴവ് പറ്റി. അതുകൊണ്ടാണ് തൗബ ചെയ്യിപ്പിച്ചത്, നിലത്തിന്റെ താഴെ നടത്തിച്ചു വിട്ടതൊക്കെ. ഈ ഷെയ്ഖിന് പിഴവ് പറ്റിയത് എന്തുകൊണ്ടാ? ഈ വലിയന് പിഴവ് പറ്റിയത് എന്തുകൊണ്ടാ? അള്ളാഹ്ക്ക് പിഴച്ചു. അള്ള ബോധമില്ലാതെ ഇട്ടുകൊടുത്ത അറിവായിരുന്നു അത്. ഇതാണ് നൗഷാദിന്റെ വാദം. പേക്കാത്തതാർക്കാ? മുഹീദ്ദീൻ ശൈഖിന്. അത് അല്ലാഹു തആല ബോധത്തോടു കൂടിയാണ് മുഹീദ്ദീൻ ശൈഖിന്റെ ഹൃദയത്തിലേക്ക് ആ അറിവ് ഇട്ടുകൊടുക്കുന്നത്. ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല, നിങ്ങൾ കേട്ടോക്കി. അല്ലാഹ് അവന്റെ ഔലിയാക്കന്മാരെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുന്ന ഇൽമ് ഇതെങ്ങനെ പേക്കല്? പേക്കണമെങ്കിൽ അള്ളാഹ്ക്ക് പേക്കണ്ടേ? അള്ളാഹ് അറിയിച്ചു കൊടുക്കുമ്പോ ഓനെന്താ ബോധമല്ലാതെ അറിയിച്ചു കൊടുക്കരുത്? കേട്ടല്ലോ സഹോദരങ്ങളെ, മുഹീദ്ദീൻ ശൈഖിന്റെ ഹൃദയത്തിലും അറിവിട്ട് കൊടുത്തത് അള്ളാഹുവാണ്. പറന്ന വലിയന് അറിവിട്ട് കൊടുത്തതും അള്ളാഹുവാണ്. ഇവിടെ മുഹീദ്ദീൻ ശൈഖിന് പേച്ചിട്ടില്ല, പറന്ന വലിയന് പേച്ചു. അപ്പൊ മുഹീദ്ദീൻ ശൈഖിന് അല്ലാഹു തആല ഹൃദയത്തിൽ അറിവിട്ട് കൊടുക്കുമ്പോ അള്ളാഹുവിന് ബോധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് പേച്ചിട്ടില്ല. അതുകൊണ്ട് മുഹീദ്ദീൻ ശൈഖിനും പേച്ചില്ല. എന്നാൽ തൗബ ചെയ്ത വലിയന് അറിവിട്ട് കൊടുക്കുമ്പോ അള്ളാഹ്ക്ക് ബോധമില്ലായിരുന്നു. അതുകൊണ്ട് അള്ളാഹ്ക്ക് പേച്ചു, ആ വലിയും പേച്ചുപോയി. ഇതാണ് നൗഷാദ് പറഞ്ഞത്. ഇതെന്തിനാ പറഞ്ഞത്? കോമാട്ടുചാലിൽ അബ്ദുള്ള എന്ന അവന്റെ ചേക്കുട്ടിപ്പാപ്പനെ ആൾ ദൈവമാക്കി അവരോധിക്കാനാണ്. അള്ളാഹുവിനെ പോലെയാണ് കോമാട്ടുചാലിൽ അബ്ദുള്ള എന്ന് വരുത്തി തീർക്കാനാണ് ഈ പിഴച്ചവാദം. മുസ്ലിമീങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പേച്ചവരായ കുരുവട്ടൂരികളെ നാം മാറ്റി നിർത്തുക. അവർ തനിച്ച കുഫ്രിയത്തിലേക്കാണ് പോകുന്നത്. അറിയാതെ പെട്ടുപോയവരുണ്ടെങ്കിൽ തിരിച്ചു വന്നാൽ അവർക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ അവർ ആഖിറത്തിൽ വിരൽ കടിക്കേണ്ടി വരും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.